Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ അല്ല. അറിയാം, അപ്പോൾ എല്ലാവരും തലയാട്ടുന്നില്ലേ? ഞങ്ങൾക്കറിയാം വെജിറ്റേറിയൻ അല്ല എന്നറിയാം എന്ന് പറഞ്ഞു. അത് പക്ഷേ നോൺ വെജിറ്റേറിയൻ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നോൺ വെജിറ്റേറിയനിൽ ചിക്കൻ ഐറ്റമാണ് ചെയ്യുന്നത്, ഫിഷ് അല്ല. ഇത് എന്നാന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. അതൊരു സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മളത് ബിരിയാണിക്കാണ് ഈ ദം ഇട്ടേച്ച് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചിക്കൻ്റെ പേരാണ് ദം ചിക്കൻ. ഈ ദം ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി പോലെ ഒന്നും ഈ ദമ്മാക്കി എടുക്കുകയില്ല. പക്ഷേ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവർ എന്നാന്നുള്ളത് അറിയാനല്ലേ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വലിയ പണി, അങ്ങനത്തെ മെനക്കെട്ട പണികളൊന്നും ചെയ്യല്ല. ഈയിടെയായിട്ട് നമ്മൾ അങ്ങനത്തെ കുറേ റെസിപ്പീസാണ് പഠിക്കുന്നത്. അതാ ഏറ്റവും നല്ല ഡിഷ്. കുറഞ്ഞ സമയം കൊണ്ട് എത്രയും വേഗം നമ്മുടെ ടേബിളിനകത്ത് നിറച്ച ഭക്ഷണം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ എയിം എപ്പോഴും വേണ്ടിയത്. അപ്പം അധികം നേരം നമുക്ക് അടുക്കളയിൽ മെനക്കെടാനുള്ള ഇഷ്ടവും വരികയില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പമുള്ള റെസിപ്പീസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ മിക്ക ഐറ്റവും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യം തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ നല്ല കട്ടി തൈര് വേണം ഇതിന്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡർ, അതായത് നമ്മുടെ കാശ്മീരി മുളക്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയുമാണ് സ്പൈസസ് ആയിട്ട് വേണ്ടിയത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ചേർക്കണം. വേണമെങ്കിൽ, ഓപ്ഷണലാണ്. എനിക്ക് എന്തായാലും അത് വേണം, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചേർക്കാം. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂറി. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി കാണിക്കാവേ. അത് എത്രയാണ് വേണ്ടിയെന്നുള്ളത് നമ്മുടെ അളവനുസരിച്ചിരിക്കും. ഇപ്പോൾ 1 കിലോ ചിക്കനാണ് വേണ്ടതെന്ന് വെച്ചാൽ 4 ഉള്ളിയാണ്, 1/2 കിലോ ആണെങ്കിൽ 2 ഉള്ളി എടുത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് സവാള. ഇതെന്നാന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുവാണേ. പിന്നെ ഇത് ആണെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ്. ഇത് എല്ലാം പോയിട്ട് ഇത് നമ്മൾ ചെയ്യാനുള്ളത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്നാക്കാൻ വേണ്ടിയെന്നുള്ളത് എളുപ്പത്തിൽ എഴുതിക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് നല്ല കട്ടി തൈര് വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ പ്യൂറി. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ അരച്ചെടുത്തേച്ചാൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചത്, ആവശ്യത്തിനുള്ള കോഴി എടുക്കണം. പിന്നെ സവാള 1 കിലോ കോഴിയാന്നേൽ 4 മീഡിയം സൈസാന്നു. എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറച്ചാൽ മതി. അതായത് 1/4 കിലോയ്ക്ക് 1 ഉള്ളി എന്നുള്ള കണക്കിന് എടുത്തേച്ചാൽ മതി. അപ്പോൾ എത്രയാണ് വേണ്ടിയെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്ത് നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയത് ആദ്യം കുറച്ച് തൈര് ചേർക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോണം, ഇവിടെ ടൊമാറ്റോ പ്യൂറിയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അതിന് ഇച്ചിരി പുളിയുണ്ട്, തൈരിന് പുളിയുണ്ട്. അപ്പം മൊത്തത്തിൽ പുളിയായി പോലെ, അതുകൊണ്ട് ഇച്ചിരി തൈര് ചേർക്കുക. ഇച്ചിരി എന്ന് പറഞ്ഞാൽ തീരെയും കുറയ്ക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. 1 കിലോ ഇറച്ചിയാണെങ്കിൽ 3 ടീസ്പൂൺ. അപ്പോൾ ആണെങ്കിൽ 1/2 കിലോ ആന്നേൽ ഒരു 1.5 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും. പിന്നെ കുറച്ച് കുരുമുളകും, ഒരു 1/4 ടീസ്പൂൺ വെച്ചോ. അന്നേച്ച് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം. ഇതിൻ്റെ കൂടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു സാധനം ചേർക്കാനുണ്ട്. അതെന്നാണെന്നറിയാവോ? ഇച്ചിരി ഉപ്പൂടെ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ ചിക്കനേലൊന്നും പിടിക്കുകയില്ല. അന്നേച്ച് ഇതിനകത്തോട്ട് ഈ ചിക്കൻ ഇടണം. ഇത് കുറച്ച് നേരം ഒന്നെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന കൂട്ട് എന്നാ ചെയ്യേണ്ടത്, എനിക്കാന്നേലും മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ വറക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ
ഈ പറഞ്ഞ കൂട്ട് അതിനെ നമുക്കൊന്ന് വേവിച്ചേച്ച് നമുക്ക് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ഇറച്ചിയുടെ ഒരു പച്ചച്ചൊവ കാണും, എനിക്കത് ഇഷ്ടപ്പെടുകയില്ല. അതെന്നാ അങ്ങനെ വരുന്നതെന്നുള്ളതും എനിക്കറിയാൻ മേല. അപ്പോൾ എന്നാ ചെയ്യണം, ഒരു ഹാഫ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അന്നേച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രേവി ഉണ്ടല്ലോ ബാക്കി വരുമല്ലോ, ഫുൾ വറ്റിച്ചെടുത്തേക്കല്ലേ, കുറച്ച് ഗ്രേവി അതിനകത്ത് വെച്ചേക്കണം. എന്നാലേ നമുക്ക് ഗ്രേവി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. നമ്മൾ പിന്നെ കടയിൽ പോയിട്ട് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവേ കാണാൻ പറ്റും അതിനകത്തൊരു ഭയങ്കര റെഡിഷ് കളർ വരുവേ. അതെന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഇച്ചിരി കളർ ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന കറിക്കകത്ത് ചിലപ്പോൾ അത്രയും കളറൊന്നും കാണുകയില്ല. അഥവാ നമുക്ക് ആ ഒരു പ്രസൻറ്റേഷൻ വേണം എന്ന് തോന്നുവാന്നേൽ ഒരു നുള്ളു ഫുഡ് കളർ ഇടുക. പക്ഷെ ഞാൻ പറയുകയല്ല, പക്ഷെ ആ ഒരു അപ്പിയറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ചെയ്യല്ലേ. ചിക്കനകത്ത് ഇച്ചിരി ചാറുണ്ട്, ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞു. ഇനി ഈ ചാറ് മൊത്തം അങ്ങ് വറ്റിച്ചെടുത്തേക്കല്ലേ. അതിന് പകരം എന്നാ ചെയ്യണമെന്നറിയാവോ, ഒരു പാൻ എടുത്തേച്ച് നമുക്കിനി ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഭയങ്കര ഡീപ്പായിട്ട് നല്ല ചിക്കൻ ഫ്രൈ വറക്കുന്ന കൂട്ട് വറുത്തേക്കരുത്, അത്രയും വേണ്ട, കുറച്ച്. എണ്ണ ചൂടായിട്ടില്ല, പക്ഷേ എന്നാലും എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഇടാൻ പോവാം. കാര്യം എന്നാന്നോ, എൻ്റെ കയ്യിൽ എണ്ണ തെറിക്കും. അപ്പോൾ ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ കടപടോടെ പൊട്ടുവേ. ചൂടാവുന്നതിന് മുമ്പേ ഞാൻ ഇറച്ചി അങ്ങ് ഇടാൻ പോവാം. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഇടാൻ പാടില്ല എന്നുള്ള നിയമവും എനിക്കറിയാം. പക്ഷേ എന്നാലും എൻ്റെ കൈ പൊള്ളുന്നതിനെക്കാട്ടിലും കഷ്ടമൊന്നുമില്ലല്ലോ. അന്നേരം ഞാൻ അങ്ങ് ഇടുവാന്നേ. ചിക്കൻ മുഴുവൻ നമ്മൾ വേവിച്ചെടുക്കല്ലേ. കാര്യം എന്നാണെന്നറിയാമോ ഞാൻ പറയുന്നത്, ഇനി ഇത് നമ്മൾ വറുത്തെടുത്തേച്ച് പിന്നെ ഉള്ളി വഴറ്റി അതും എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ ഒന്നുകൂടെ ആ ഗ്രേവിയിലിട്ട് നമ്മൾ ഇതിനകത്ത് കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഇതിനകത്ത് ചേരുമ്പോഴേ ആ ചിക്കനകത്തൊരു ഫ്ലേവർ വരത്തുള്ളൂ. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹാഫ് വേവിച്ചേച്ച് ഇവിടെ നമ്മൾ വറുക്കാൻ ഇടുമ്പോഴത്തേന് തന്നെ അതൊരു 1/4 ഭാഗം വറുത്തെടുത്താൽ മതി, ഫുള്ളും വറുക്കരുത്. ഫുൾ വറുത്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതങ്ങ് മൊരിഞ്ഞു പോവും, കട്ടിയാവും, പിന്നെ ആർക്കും തിന്നാൻ ഒക്കെയല്ല. യൂത്തിനൊക്കെ തിന്നാൻ ഒക്കും, പക്ഷേ നമ്മളെ സ്നേഹിക്കും നമ്മുടെ അപ്പനും അമ്മയും അപ്പച്ചനും അമ്മച്ചിമാർക്കും ഒന്നും തിന്നാൻ ഒക്കെയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും തിന്നുന്ന കൂട്ട് വറുത്തേച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്കൊക്കെ വറുക്കുന്നതിൻ്റെ ഇപ്പോൾ യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് വറുത്ത് തിന്നുന്നതാണ് ഇഷ്ടം. പക്ഷെ ആ വറുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു ഫ്രൈനെസ് അതിനകത്ത് വേണം താനും, പക്ഷെ എന്നാൽ നോട്ട് ടു മച്ച്, അത്രയും വേണ്ട കേട്ടോ. അവിടെ ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. ഷാലോ ഫ്രൈയും അല്ല, ഒരു ഇച്ചിരി കൂടെ മൂത്തോ, അത്രയും മാത്രം മതി. ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ആ എണ്ണ കഴുകുകയോ കളയോ ഒന്നും ചെയ്യരുത്. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി ഉള്ളി ഇടുക. ഇതൊരു 1/2 കിലോ ചിക്കനകത്ത് ഒരു 2 ഉള്ളി മതിയാവും. ഇതിനെ ഒരു നല്ലതായിട്ടൊന്ന് ഡീപ്പ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് മുരിക്കണം, നല്ലതായിട്ട് വഴറ്റണേ. ഇതിനകത്ത് ഒരു കോംപ്രമൈസും പറ്റുകയില്ല, നല്ല വഴന്നാൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. കാര്യം ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേരുന്നില്ല. അപ്പോൾ നാച്ചുറലി അത് നല്ലതായിട്ടൊന്ന് മൊരിയണം. ഉള്ളി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല, നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബട്ടർ ഇടണമെങ്കിൽ ഇടാം, കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ പ്യൂരേ അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ അടിച്ചത് ഏതായാലും കെച്ചപ്പ് ഒഴിക്കണം. ഈ ടൊമാറ്റോ പ്യൂരയുടെ ആ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റണേ. വറ്റിയേച്ചും നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഇത് ചേർക്കാം. ഈ കറി ഉണ്ടാക്കുമ്പോഴത്തേന് ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു ഇച്ചിരി ക്ഷമ വേണം, അത് മാത്രമേ ഉള്ളൂ. ഇനി
ഇനി ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ? ഈ ഉള്ളിയും ടൊമാറ്റോയുടെ ഗ്രേവിയും കൂടെ നമ്മുടെ ഈ ചിക്കൻ ആദ്യം വേവിച്ച് വെച്ചേക്കുന്ന ഒരു വെള്ളമില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ വെള്ളം വറ്റിച്ചെടുത്തേക്കരുത്, കുറച്ച് അതിനകത്തോട്ട് വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ വെള്ളത്തിനകത്തോട്ട് ഇതിടണം. എന്നാലേ ആ എണ്ണയൊക്കെ നമ്മുടെ ആ ഗ്രേവിക്കകത്തോട്ട് വരത്തുള്ളേ. ഇതിനകത്ത് ഇനിയിപ്പോൾ ഒന്നുമില്ല, എന്നാ പറയുക, ഒരു ഫ്ലേവറിങ് ഒന്നുമില്ല, നമ്മൾ ആ ചേർത്തേക്കുന്ന പൊടി മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് ഫ്ലേവറിങ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കണം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. ചിലർക്കാണെങ്കിൽ ഇത്രയും മാത്രം ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇഷ്ടമാവുന്നത്. അവർക്കൊന്നും ചിലപ്പോൾ ഇതിങ്ങനെ ഇഷ്ടമാവുകയില്ല. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു ഇറച്ചിയൊക്കെ ആണെന്നേലേ ഒരു ഇച്ചിരി മസാലയൊന്നും ഇല്ലെങ്കിൽ കൊള്ളുകയില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു നുള്ള് കസൂരി മേത്തി, അതിൻ്റെ ആ ഒരു മണം നല്ലതായിട്ട് വരണേ. ചുമ്മാ ഇങ്ങനെ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തിരുമിയേച്ചിടാം, എങ്ങനെയാണെന്നേലും. അപ്പോൾ ശരിക്കും കേട്ടോ ചിക്കൻ കറിക്ക് നല്ലൊരു മണം വരുവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം, ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ആ എണ്ണയൊന്ന് തെളിയിച്ചതിന് ശേഷം ബാക്കി ചെയ്യാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ആ ഇറച്ചിക്കുണ്ടല്ലോ, നമ്മൾ ആ ഗ്രേവിക്ക് ഒരു പച്ച ചുവ വരും. അത് വേണ്ട. ശരിക്കും നമ്മുടെ ആ പൊടിയെല്ലാം ഒന്ന് തിളച്ച് വെന്തതല്ലേ ഉള്ളൂ. പക്ഷെ അത് പോരാ, ആ എണ്ണയൊന്ന് തെളിഞ്ഞു വന്നാൽ നല്ലതാണ്. പക്ഷേ ഇതിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുൾ വെള്ളവും വറ്റിയിട്ടൊക്കെ എണ്ണ തെളിയാൻ നിൽക്കണ്ട. അല്ലാതെ തന്നെ ഇതിനകത്ത് ആ എണ്ണ മേളിൽ തെളിയും, ആ തിളയ്ക്കുമ്പോൾ തന്നെ. വേണ്ട, ഇപ്പം ഞാൻ പറയുന്നത് ചുമ്മാ വന്നേലും ഇതിനകത്തോട്ട് നോക്കിയേ, ആ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയാണെങ്കിൽ ആ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വല്പം ഉപ്പും കൂടി ഇടത്തുള്ളൂ. ചിക്കനേൽ ഒരു ഹാഫ് ഏകദേശം പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഗ്രേവിയിലും കുറച്ച് ചിക്കൻ്റെ ആ ഉപ്പ് കാണും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ചേർക്കണ്ട, നോക്കി വെച്ച് അങ്ങോട്ട് ചേർത്തേച്ചാൽ മതി. ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഒരു ഏക കാര്യം എന്നാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ചേർക്കാൻ പറ്റുന്ന ഇലയെന്ന് പറയുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവറിങ് ഏജൻറ്റ്. പെട്ടെന്ന് അങ്ങ് എണ്ണ തെളിയുവേ ഈ ഒരു കറിക്ക്. അതാ പറഞ്ഞത്, ഇത് ഒരുപാട് മെനക്കേടുള്ള കറിയൊന്നുമല്ല, സ്പീഡിലാവും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മുടെ കാഷ്യൂ പേസ്റ്റില്ലേ അതും ചേർക്കാം. കാഷ്യൂ പേസ്റ്റ് നല്ലതായിട്ട് ആ നമ്മുടെ ഗ്രേവിയിൽ നല്ലതായിട്ട് ഹാഫേ ചേർത്തിട്ടുള്ളേ. അതെന്നത്തിനാണെന്നറിയോ ഈ പകുതി ചേർക്കുന്നത്? നമ്മുടെ ചിക്കൻ ഒരു ഇച്ചിരി ഇതിനകത്ത് കിടന്ന് ഒന്നായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ ചേരുവകളും ആ ചിക്കനെ പിടിച്ച് കഴിയും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ ആ ചിക്കനെ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ചേർക്കണം. അപ്പോൾ ആ ഫുൾ ഫ്ലേവേഴ്സും ആ നമ്മുടെ ചിക്കനേൽ പിടിക്കാനുള്ളൊരു ഈസി മെത്തേഡാണ്. ഇനി ചിക്കന് പകുതി വേവേ ആയിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി വേവും കൂടെ വേവാനുണ്ട്. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ചേർത്ത കാഷ്യൂ പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിക്കനേൽ അങ്ങ് പിടിച്ചു കഴിഞ്ഞു. പിന്നെ കാഷ്യൂ ചേർക്കുമ്പോഴത്തേക്കോ നമ്മൾ ഇത്ര അരച്ചത് ഇരിക്കുമല്ലേ എന്നാൽ പിന്നെ അങ്ങ് ചേർത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചേർത്തേക്കരുത്. അതിൻ്റെ രുചി നോക്കി വെച്ച് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് നമ്മുടെ ബാക്കി ചിക്കനും കൂടെ വെന്തതിന് ശേഷം ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്, എന്തോരം വേണം എന്നുള്ളത്. ഇത് ശരിക്കും നാണിൻ്റെ കൂടെ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബറോട്ട നല്ലതാ, വൈറ്റ് റൈസ് നല്ലതാ, ഫ്രൈഡ് റൈസ് നല്ലതാ, ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇല ഇടേണ്ടത് മല്ലിയിലയാണ്. തിളച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ സിമ്മയിലേ വെക്കാവുള്ളൂ. ഇപ്പം എല്ലാം കൂടെ ചേർത്തപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആ കസൂരി മേത്തിയുടെ ഒരു മണം അത്രയും അങ്ങോട്ട് വരുന്നില്ല, ഒരു ലേശം അങ്ങനെയൊക്കെ വന്നു പോകുന്നുള്ളൂ. പക്ഷെ അത് പോരാ, കസൂരി മേത്തിയുടെ ഒരു ഫ്ലേവർ നല്ലതായിട്ട് വരണം.
ആ വേവാനായിട്ട് തുടങ്ങുമ്പോഴത്തേനുണ്ടല്ലോ ഒരു 2-3 നുള്ളി അങ്ങ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കനയിൽ അങ്ങ് നല്ലതായിട്ട് പിടിക്കുവേ. ഇനി ഇതിനകത്ത് പണിയൊന്നുമില്ല, ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി, ബാക്കിയൊക്കെ പരിപാടി കഴിഞ്ഞു. പിന്നെ കാഷ്യൂനട്ട് എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ട് ഫുൾ വെന്ത് കഴിയുകയല്ലേ, ഫുൾ അല്ലെങ്കിൽ 1/4 വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കുക, അതിന് എന്നതേലും ഒരു കുറവുണ്ടോ. അല്ലെങ്കിൽ ഇത് ഒരുപാട് സ്പൈസി കറിയല്ല, കുഞ്ഞുങ്ങൾക്കും എല്ലാം കഴിക്കാവുന്ന പറ്റുന്നതാന്നു. സ്പൈസി അല്ല എന്ന് പറഞ്ഞാൽ പക്ഷെ കളർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടും ടൊമാറ്റോ പ്യൂരി ചേർക്കുന്നതുകൊണ്ടും ആന്നു ഇതിനെ ആ ഓറഞ്ച് കളർ വരുന്നേ. അല്ലാതെ ഇതിനായി കാണുന്ന കളറിന് അത്രയും സ്പൈസിനെസ്സേ അല്ല. ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ മൈദ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പൂരിയിലൂടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ദോശയിലൂടെ ഒന്നും അത്ര ടേസ്റ്റ് വരികയില്ല, ബട്ട് സ്റ്റിൽ ഒരു നല്ലൊരു പേപ്പർ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയായിരുന്നു. ഇനി നമുക്ക് ചിക്കന് വിട്ടു കൊടുക്കാം. ഇനി എനിക്ക് ചേർക്കാൻ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ കാഷ്യൂ പേസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ മാത്രം, ആ ടേസ്റ്റ് പോരാ, കുറച്ചുകൂടി ഒരു കാഷ്യൂ വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലാതെ നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടുക്കളയിൽ എന്ത് വേഗമാണ് ജോലി തീരുന്നത്, പക്ഷേ ഒരു ദം ചിക്കൻ തന്നെ ഫ്ലേവർ അതിന് വരുന്നത്. പിന്നെ ഒരു ദം അല്ലെങ്കിൽ ഒരു ടിക്കായുടെ ഒക്കെ ഒരു ഫ്ലേവർ വരണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം. ഒരു ബ്ലാക്ക് സോൾട്ട്, അതായത് ഈന്തുപ്പ് കുറച്ച് ഒരു നുള്ളേ ഇടാവുള്ളൂ. അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഇല്ലേ, അത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഈന്തുപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവറും കൂടെ വരും. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്, ഏത് ഇഷ്ടം വേണോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിക്കോ. നല്ല ടേസ്റ്റി ഫുഡാണ്. പിന്നെ ഇത് വാങ്ങാൻ നേരം നിറച്ച് മല്ലിയില ഇട്ടോളാം, അത്രയും മാത്രമേ ഉള്ളൂ. ചീനച്ചട്ടി കഴുകാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരുന്നു. നമ്മുടെ ചിക്കനും ദം ചിക്കനും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഇത് സ്പൈസി ഐറ്റം അല്ല, സ്പൈസി ആക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഒരുപാട് സ്പൈസി ആവാത്തൊരു കറിയാണ്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് വരെ ഇത് കൊടുക്കാൻ ഒക്കുന്ന ഒരു ഡിഷാണ്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് വല്ല ഈ നാണ്, പൊറോട്ട അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെ കൂടെയുമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിന് ഇത് അധികം സ്പൈസി അല്ലാത്ത ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്രണ്ട് ഇവിടെ വരാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിവിടെ കാണാൻ പോകുന്നത്. കാര്യം ഒരുപാട് നാളായി, ഇപ്പം എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ടായാലും ഈവൻ ഇപ്പം ഓൾമോസ്റ്റ് 20 years ആയി. അപ്പോൾ ഏകദേശം 20 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് നല്ല രീതിയിൽ. പിന്നെ ആണെങ്കിൽ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ എനിക്കിന്ന് അന്വേഷിക്കാനുമുണ്ട്. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പണിയാണ്. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ അടി കൊണ്ടിട്ട് പോകും എന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അത് ഓരോന്നായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ വേണം എനിക്ക് ചോദിച്ചെടുക്കാനേ. അതിന് എൻ്റെ പ്രേക്ഷകർ കൂടെ നിൽക്കുന്നേ പറ്റത്തുള്ളൂ. ഇന്നിവിടെ വരാൻ പോകുന്ന വേറെ ആരുമല്ല, അഞ്ജു അരവിന്ദാണ് ഇവിടെ വരാൻ പോകുന്നത്. ഞങ്ങളൊരു ഫിലിമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, 1-2 ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. മതി ഞാൻ കേട്ടു കത്തി വെച്ച് കൊല്ലുന്നല്ലേ, പാവപ്പെട്ട പ്രേക്ഷകരടി കൊച്ചെ, അവരെന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? അതല്ലേ ഇതിന്റെ ഒരു വിജയം. അതാ കുഞ്ഞെ, നീ എന്നെ എത്ര മെലിഞ്ഞു പോയേ? നല്ല മനസ്സായത്, നല്ല മനസ്സുള്ള ഒരു വണ്ണമൊക്കെ ഉള്ളൂ. അസുഖമൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മെലിഞ്ഞതാ. ഞങ്ങൾക്കും അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും വരാറില്ല. എന്നാണ്ട് വിശേഷം? കൊച്ചിനെ കൊണ്ടുവരാൻ ഞാൻ അവള് സ്കൂളിൽ പോണ്ടേ? അവിടെ ഭയങ്കര സ്ട്രിക്റ്റാ? സ്ട്രിക്റ്റ് ഒന്നും അല്ല, ഞാൻ സ്ട്രിക്റ്റ് അല്ല. പക്ഷെ 2-3 ദിവസം മുമ്പേ ഞാൻ ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞാൽ ചാടിയതല്ലേ. ഓ അത് ശരി. അപ്പൊ അമ്മയെ വലിയ പേടിയൊന്നുമില്ല? ഞാൻ സ്ട്രിക്റ്റ് അല്ല, എന്റെ അമ്മയെ നിനക്കറിയാലോ. അഞ്ജുവിന്റെ അമ്മ എന്ന് പറഞ്ഞാല് ശരിക്കും എനിക്കും ഒരു അമ്മയായിരുന്നു. ഞങ്ങളുടെ ലൊക്കേഷനിൽ ശരിക്കും അഞ്ജുവിനെക്കാട്ടിലും കൂടുതൽ അമ്മ ഒരു പിടി എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ഒരു സംശയമുണ്ട്. അച്ഛനും അതേപോലെ ആയിരുന്നു. പക്ഷെ അച്ഛൻ ഈ ഇടയ്ക്കായിരുന്നു ഞങ്ങളെ വിട്ടു പോയത്. പക്ഷെ അമ്മ എന്ന് പറയുന്നത് ഇവള് പറയും വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു പാവം പിടിച്ച ഒരു അമ്മേനെ വേറെ ആർക്കും കിട്ടുകയല്ല. സത്യം, അമ്മ സ്ട്രിക്റ്റ് ഒന്നും അല്ല. പിന്നെ ഇവളിനി അവളുടെ മോളോട് സ്ട്രിക്റ്റ് ആണെങ്കിലേ ഇല്ല, മോള് പഠിച്ചോളും. അവള് പഠിച്ചോളും എന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് കൂടെ ഇരുന്ന് കൂടുതൽ ടൈമും ടാബിലും പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ എല്ലാരും കൂടെ അഞ്ജു അതൊരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ പ്രായത്തിലൊന്നും അതില്ലായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കത്തുള്ളൂ. ഇതെന്താ അറിയോ, കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അത് ഇനി
ചോദ്യോത്തരങ്ങൾ ഇവിടെ നടക്കുകയല്ല. ഇതിങ്ങനെ കാണിച്ച് കൊതിപ്പിക്കത്തുള്ളൂ. അയ്യോ, ഇത് നിനക്ക് ഞാൻ തരും, ഇത് മുഴുവൻ തരും. ഞാൻ കേട്ട് പറയുന്ന സ്പൈസി അല്ലാണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ, എനിക്ക് സ്പൈസി അല്ലാത്തതാ ഇഷ്ടം. നീ എനിക്ക് അറിയാലോ ഭയങ്കര ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ടേനെ. പിന്നെ എന്റെ പ്രേക്ഷകരെ ചതിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവളായതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടേനെ. പിന്നെ പോട്ടെ, ക്ഷമിച്ചു. നമ്മുടെ ഒരു ഷോ അല്ല, നമ്മളും നമ്മുടെ മാനം കളയാൻ പാടില്ലല്ലോ. ഇവക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യും. നമുക്ക് കുറെ നാളായാലും നമ്മൾ കണ്ടിട്ട്, നമുക്ക് ഒരുപാട് വിശേഷം ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു കാര്യം ചെയ്യ്, ചുമ്മാ ഒന്നുമല്ല, പാത്രം കൊടുത്തോളൂ. ഓക്കെ, അപ്പൊ തലശ്ശേരിയിൽ എന്നാ ഉണ്ട് വിശേഷം? തലശ്ശേരിയിൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല. അമ്മൂമ്മ ഒക്കെ ആയിട്ട്. അനിയത്തി എന്നാ പറയുന്നു? അവള് മക്കൾസും ഹസ്ബൻഡും സൂപ്പർബായിട്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ അവിടെ സെറ്റിൽ ചെയ്യാ? ഞാനോ? ഞാൻ ബാംഗ്ലൂർ തന്നെയാ. വർക്കിന് വേണ്ടിയിട്ട് എറണാകുളം വന്ന്, എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ അത് ചേട്ടായി മോളും ഞാനും സുഖം. എന്നാ അവിടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നവിടെ? അങ്ങനെയൊന്നുമില്ല. അവൾക്കും ഇതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അധികം സ്പൈസി അല്ലാതെ, എന്നാലും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് ആണെങ്കിൽ അതിനെക്കാട്ടിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബാംഗ്ലൂർ നമുക്ക് അത്രയും നല്ല ഫ്രഷ് ആയിട്ട് ഫിഷ് കിട്ടില്ല. നാട്ടിൽ വരുമ്പം രാവിലെ ഉച്ചക്ക് രാത്രി അമ്മമ്മ ഫിഷ്, അമ്മ തീർച്ചയായിട്ടും ഉണ്ടാക്കി. പിന്നല്ല, അവൾ വരുമ്പോഴേക്കും അവൾക്ക് പറയുന്ന അച്ഛനായിരുന്നു അവൾക്ക് ഏറ്റവും പെറ്റായിട്ട്. അപ്പം അവൾ എന്ത് പറയുന്നതിന് മുമ്പായിട്ട് അച്ഛൻ അത് ഒരു മുഴ മുമ്പ് കണ്ടിട്ട് അത് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അച്ഛൻ്റെ അടുത്ത്. ഓക്കെ, നീ ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ പഠിച്ചതല്ലേ കുഞ്ഞ്? നീ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതല്ലടോ ഇങ്ങനെ വെലിഞ്ഞു പോകുന്നത്. ഓ, നമുക്കിപ്പോ അതിനൊന്നും മേല. ഞങ്ങളുടെ അവിടെ ഡാൻസ് ചെയ്താ പല മുദ്രകളും ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചതാ. അല്ലാതെ വേറെ അവസാനം ഇങ്ങോട്ട് അത് കഴിക്കുമ്പോഴും ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ചൊക്കെ കഴിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ടേ, നിങ്ങൾ താൻ വന്ന ഇടയ്ക്ക സമയത്ത് സുധീഷുമായിട്ടാണ് താൻ കൂടുതലും വർക്ക് ചെയ്തതെന്ന് തോന്നുന്നത് അല്ലെ? എപ്പോഴും ഫുൾ കപ്പിൾസ് ആയിട്ട് കണ്ടിട്ടുള്ളത് നിങ്ങൾ തമ്മില അല്ലെ? ജോഡികൾ എപ്പോ ആര് സിനിമ നിശ്ചയിച്ചാലും കപ്പിളായിട്ട് നിന്നെ ഇട്ട് കഴിഞ്ഞാൽ കപ്പിൾ ഉടനെ സുധീഷിനെ ഇടുവേ. കുറെ നാള് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. ശരിക്കും ആ ഒരു ഇൻസിഡന്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ? അത് പിന്നെ ആകാശത്തേക്കൊരു കിളിവാതിലാണ് ഫസ്റ്റ് പിക്ചർ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് പിക്ചർ കഴിഞ്ഞു, അടുത്ത സിനിമയും ഏതാണ്ട് അതുപോലെ വന്നു. അങ്ങനെ രണ്ടുപേരും വന്ന സമയത്ത് നല്ലൊരു പേരെന്നൊരു ഒരു ഇത് വന്നു, ടോക്ക് വന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 സിനിമ ഒരുമിച്ച് ചെയ്തു. അങ്ങനെ ഞാനും ആനിയും കൂടിയിട്ട് 2-3 സിനിമ. കോംപ്ലിമെന്റ് ഞാൻ തരാൻ പോയത് ഒരുപാട് പൊങ്ങല്ലേ, ഞാൻ ഉള്ള കാര്യം പറയുന്നത്. ഞങ്ങൾക്ക് കളതറ ഇല്ലാത്തോണ്ടാണ്. ഞാൻ ഏത് വഴിയാ ഓടണ്ടേന്ന് നോക്കട്ടെ. വേണ്ട, പറഞ്ഞു കേട്ടോ. എന്നാന്നറിയാവോ, സുധീഷും അഞ്ജു അല്ലേ സ്റ്റിൽ എവർഗ്രീനാ. മതിയടി, കണ്ണിങ്ങനെ വീഴ്ക്കണ്ട, തറയിൽ വീഴും. സുധീഷും ശരിക്കും സ്റ്റിൽ എവർഗ്രീൻ. നിങ്ങൾക്ക് എന്താ പ്രായമാവാത്ത? അയ്യോ, ഇങ്ങനെ നീ കളിയാക്ക. ഈ കോടതിയിലൊക്കെ സ്റ്റേ കൊടുക്കുന്നല്ലോ, നീ വല്ല സ്റ്റേ കൊടുത്താ പോയി. ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ വളർച്ച മുരടിക്കൂലേ? അങ്ങനെ വളർച്ച മുരടിക്കണ്ട, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, കുറച്ചുകൂടെ ഒക്കെ വണ്ണം വെക്കണം. വളർന്നു വരുന്ന ഒരു പെങ്കോച്ചാണ്. ഒരമ്മ ആ രീതിയിൽ മക്കള് നിന്നാ മതി, അല്ലാതെ മൂത്ത് ചേച്ചിയാണ് എന്ന് പറയിപ്പിക്കൂല. ഇപ്പം ഏതൊക്കെ വർക്ക്സ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാൻ ഒരു അച്ചായൻസ് എന്ന് പറഞ്ഞ സിനിമയില് ഒരു സിദ്ദിഖേട്ടന്റെ വൈഫായിട്ട് ചെയ്തു. അതാണ് ഫിലിം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ജാഗ്രതയിലൊരു നല്ലൊരു അമൃത ടി വിയിലെ ജാഗ്രതയില്ലേ, അതിലൊരു പോലീസ് ഓഫീസറായിട്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് ഒരു വേഷം ചെയ്തു. അപ്പൊ അത് നല്ല റിപ്പോർട്ടൊക്കെ കിട്ടി. അയ്യോ സീരിയസ്ലി ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി, എനിക്ക് ഇത്രയും നല്ല കോംപ്ലിമെന്റ് ഒക്കെ തന്നപ്പോ. അഞ്ജു ശരിക്കും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനും അഞ്ജുവും എനിക്കൊന്ന് പാർവതി പരിണയം കഴിഞ്ഞതിന് ശേഷം അഞ്ജു പെട്ടെന്ന് തമിഴിലേക്ക് പോയി. തമിഴിൽ പോയിട്ട് ആരുടെ ഹീറോയിനായിട്ടാ ചെയ്തതെന്ന് ചോദിച്ചു നോക്കൂ. വിജയുടെ ഹീറോയിൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു വിജയുടെ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. വിജയ് ആദ്യം നമ്മുടെ ഷൂട്ടിന്റെ സമയത്താണ് ഫോട്ടോ സെഷൻ. നമ്മൾ രണ്ടുപേരും കൂടെ ഓർക്കുന്നില്ലേ പല കാര്യങ്ങളും. നമ്മൾ രണ്ടുപേരും കൂടെ ഭാഗ്യരാജ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട് സംസാരിച്ചൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഫോട്ടോ സെഷൻ പ്ലാൻ ചെയ്തു. അങ്ങനെ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ അതെ, അത് ആ ഒരു സമയത്ത് ഒരാള് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്ന് ഓർക്കുന്നുണ്ടോ?
ചെന്നൈന്ന്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും പിന്നെ ഒരുങ്ങിയൊക്കെ നിന്ന് ഫസ്റ്റ് ആനി ചെയ്തു, ഫോട്ടോ സെഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഗുരുവായൂർ വെച്ചിട്ട്. ലിവിങ്സ്റ്റൺ ആയിരുന്നു വന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഫോട്ടോസ് എടുത്ത് അതങ്ങ് പോയി, ഞാൻ അതങ്ങ് മറന്നു ആക്ച്വലി. അത് നമ്മൾ ഈ സോങ് സീക്വൻസിന് ചെന്നൈയിൽ എത്തിയപ്പോഴാണ് ആ ഹോട്ടലിൽ പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും വിക്രമൻ സാറും ഒക്കെ വന്ന് സ്റ്റോറി പറയുന്നുണ്ട്. അന്നൊരു ഫോട്ടോ കാണിച്ചു, അതെടുത്തിട്ട് അതാണ് പിന്നെ ആ ഫോട്ടോ ബേസ് ചെയ്തിട്ടാണ് അന്ന് വേറെ ഫിലിമിന് വേണ്ടിയിട്ടായിരുന്നു അവരെടുത്തത്. പക്ഷെ അത് എനിക്ക് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് അവർ അപ്രോച്ച് ചെയ്തില്ല. നെക്സ്റ്റ് ആണ് ഇത് പൂവേ ഉനക്ക് കഴിക്കുക. അപ്പം ഞാൻ കഥയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫിലിം വേറെ ആയിരുന്നു, കാസ്റ്റ് ചെയ്ത വേറെ ഫിലിം അല്ല, കാസ്റ്റ് ചെയ്തല്ല, ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നത് അവര് വേറൊരു പടത്തിന്റെ ഇതിന്റെ ആവശ്യത്തിന് വന്നപ്പോ എടുത്തതാണ്. അപ്പൊ ഇത് കാണിച്ചത് വേറെ വിക്രമൻ സാറിനാണ്. അപ്പം അതിലൊരു ന്യൂ ഫേസ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു അവര്. അങ്ങനെ അവര് കഥയൊക്കെ പറഞ്ഞു, കഥ പറഞ്ഞു. ഹീറോ ആരാന്ന് ചോദിച്ചപ്പോ അത്രയൊന്നും ഫെമിലിയർ അല്ലാത്ത, അത്ര ഫെമിലിയർ ആയിരുന്നില്ല വിജയ് ആ സമയത്ത്. വിജയിന്റെ ഫസ്റ്റ് ഹിറ്റാണ് പൂവേ ഉനക്കാകെ. അപ്പൊ അങ്ങനെ ഞാൻ ആ പടം അങ്ങനെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എല്ലാരും സീൻസ് ചേച്ചിയൊക്കെ ഇല്ലേ നമ്മള് അന്ന് പറയുന്നത് 5 തമിഴ് പടം ചെയ്യുന്നുണ്ട്, എന്തോ ആ അത്രയും ഒരു സീരിയസ്നെസ്സേ കൊടുത്തുള്ളൂ. പക്ഷെ പെട്ടെന്നതാ കാണുന്നു ഹിറ്റായി സിനിമ, 111 ദിവസം എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ടൈം നമ്മളത് ചെയ്തിട്ട് അത്രയും ഭയങ്കര ഒരു സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ ചെയ്ത ഒരു മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിറ്റായി മാറിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. സംഗീതം ഉണ്ടായിരുന്നു തമിഴിലും, ചിന്താവിഷ്ടയ ശ്യാമള, അവളും നിന്നെ പോലെ നല്ല ഒരു ഫ്രണ്ടാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദാറ്റ് റിലേഷൻഷിപ്പ് ലൈക്ക് യു. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ തമിഴ് മൂവീസ്? അത് കഴിഞ്ഞിട്ട് അരുണാചലം ചെയ്തു, രജനീകാന്തിന്റെ സിസ്റ്റർ ആയിട്ട്. പിന്നെ അതിൽ നല്ല ക്യാരക്ടറായിരുന്നു. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു തെലുഗു പടത്തിലേക്ക് ഓഫർ വന്നിട്ട് അങ്ങനെ തെലുഗു പടം ചെയ്തു. അപ്പം 2 ഇതും ഡേറ്റ്സും കൂടെ ക്ലാഷ് ആയപ്പോഴത്തേക്കും അരുണാചലത്തിൽ രജനി സാറും ഞാനും കൂടെ ഒരു സോങ് ഉണ്ടായിരുന്നു. അത് ആ സോങ് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമായിപ്പോയി. പുള്ളി ജം ഓഫ് എ പേഴ്സൺ. ഞാൻ ഇങ്ങനെ എന്താ ഫംഗ്ഷന് ഇത് കമ്മിറ്റ് ചെയ്തല്ലോ, ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പത്രക്കാരും ഇവരൊക്കെ പറഞ്ഞു ഇങ്ങനെ പടം ചെയ്യാൻ പോവല്ലേ, അപ്പം ദീപാവലിക്ക് ജസ്റ്റ് ഒന്ന് പോയി വിഷ് ചെയ്തിട്ട് ഒരു ബ്ലെസ്സിങ്സ് വാങ്ങി വരണം എന്ന്. അതിപ്പോ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൽഫ് മാർക്കറ്റിംഗ് പോലെ. പക്ഷെ അന്ന് സെൽഫ് മാർക്കറ്റിംഗും കുറച്ചൊന്നും ഇല്ലല്ലോ, നമുക്കറിയില്ല. പക്ഷെ അവര് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഭയങ്കര 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല. അച്ഛൻ അമ്മ ഞാനൊക്കെ കൂടെ പോയി ഭയങ്കര ഒരു 5 മിനിറ്റ്സിൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നേ. അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു ചെരുപ്പിന്റെ ശബ്ദം സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ അറിയാതെ എണീറ്റ് പോയി. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ. പിന്നെ വൈഫിനെയും മക്കളെയും പരിചയപ്പെടുത്തി. വലിയ സൂപ്പർ സ്റ്റാർ ഒരു ഭാവമില്ല. അതുപോലെ തന്നെ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മനോരമ ആച്ചി ഉണ്ടായിരുന്നു, പിന്നെ സൗന്ദര്യ, മരിച്ചുപോയ സൗന്ദര്യ, അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടി ഒരു ഗ്യാങ് ആയിട്ടിരുന്ന് അന്ന് വൈകുന്നേരം ടിഫിൻ അത്ര ഒരു രസകരമായിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ പറയാം ഗുലാബ് ജാമുനും രസഗുളയൊക്കെ കഴിക്കാൻ തോന്നുക എന്ന് പറയേണ്ട താമസം അവിടെ എത്തിയിരിക്കും. ഒരു ഷൂട്ട് കഴിഞ്ഞിപ്പോൾ പോവരുതേ. അപ്പം അതിനിടയിൽ മനോരമ ആച്ചിയുടെ ഷോട്ട് ഓവറായി കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഷോട്ട് കഴിഞ്ഞോ സ്പോട്ടിൽ സ്ഥലം വിടാനാണ് താല്പര്യം എല്ലാവർക്കും. പക്ഷെ അന്നും ആച്ചിക്ക് പോവേണ്ട സമയമായപ്പോൾ നിങ്ങളല്ലേ ഇപ്പൊ രസഗുളൊക്കെ ഓർഡർ ചെയ്തത്, വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി. അങ്ങനെ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഓരോ കാര്യം. മലയാളം ഇൻഡസ്ട്രിയുടെ ഒത്തിരി ഡിഫറൻസ് തമിഴ് ഡിഫറൻസ് ഇൻ ദ സെൻസ് ഫുഡിലൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമുക്കിവിടെ അങ്ങനെ ഒരു ഇതില്ലല്ലോ. അവിടെ പിന്നെ അരുണാചലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കടയാണ്, ഇളനീരിന്റെ ഒരു കട, ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ വേറെ. രജനീകാന്തിന്റെ പടമായതുകൊണ്ടാണോ എന്നറിയില്ല, പ്രൊഡക്ഷൻ വൈസ് ഇങ്ങനെ നോക്കുക ഒരു കുഞ്ഞു കുഞ്ഞു കടകളാണ് അവിടെ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ഷോപ്സ് പോലെ. അപ്പൊ നമുക്ക് പോയി അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അതേപോലെ പാർത്ഥിപൻ സാറിന്റെ കൂടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർത്ഥിപൻ സാറിന് പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് സമയത്ത് ഇങ്ങനെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫുഡ് പിന്നെ കൊണ്ടു കൊടുക്കും. അപ്പം ഞാനും എൻ്റെ അമ്മയും നിനക്കറിയാലോ മാറിയിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ മാറിയിരുന്ന് തൈര് സാദവും, ഞാൻ അന്ന് നോൺ വെജിറ്റേറിയൻ ആയിരുന്നില്ല, വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പം തൈര് സാദവും ഇതൊക്കെ കഴിക്കുമ്പോൾ പാർത്ഥിപൻ സാർ ആളെ വിട്ട് വിളിപ്പിക്കും നമ്മളെ. ആ കൊച്ചിനോടും അമ്മയോടും കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ തെലുങ്കില് കോടി രാമകൃഷ്ണ ഡയറക്ടർ,
അത് ഞാൻ ഒന്നോടെ നിർത്തി മോളെ. എനിക്ക് ഭാഷ അറിയുന്നേ ഇല്ല. എന്ത് വെള്ളം കുടിക്കണം എന്നറിയോ? ആ ഭാഷ പഠിച്ചെടുക്കണമെങ്കിൽ വെള്ളം കുടിച്ച് പറഞ്ഞാലേ ഡയലോഗ് ആയിട്ട് വരുള്ളൂ. ഭയങ്കര പാടാ. ഞാൻ അടുത്ത കന്നഡ പടം ചെയ്തു. അത് ശിവരാജ് കുമാറാണ് ഹീറോ. അംബിക, നമ്മുടെ അംബിക ആക്ട്രസ്, അവര് അമ്മ ക്യാരക്ടർ ചെയ്തു. അപ്പൊ അങ്ങനെ അത് ആ പടം ഒറ്റ പടം, അതോടുകൂടി ഞാൻ വൈബ്. കന്നഡ പഠിക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്നിട്ടോ ഞാൻ ചെന്നുവിട്ടത് കന്നഡയിൽ. ഇപ്പൊ അസലായി മാത്താടുത്തു. എല്ലായിടത്തും തന്നെ ദൈവമേ. ഞാൻ അത്ഭുതപ്പെടുക. എൻ്റെ മോൾക്ക് ഇപ്പൊ ഒരുപാട് ഭാഷ അറിയാടാ. കാരണം അവിടെ ഒരു ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. എല്ലാം വരും എൻവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു വരും. ഇവൾക്ക് ഇപ്പം കന്നഡ അറിയാം, തമിഴ് അറിയാം, ബാക്കി ഇംഗ്ലീഷ്, മലയാളം, ബാക്കിയെല്ലാം. ഓക്കെ. പിന്നെ ഇപ്പൊ നീ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തു. ഇപ്പം നീ ഹീറോയിനായിട്ട് ചെയ്തത് മാത്രമല്ലാതെ അഞ്ചു പല ടൈപ്പ് ഓഫ് അതായത് സിസ്റ്റർ ക്യാരക്ടർ ചെയ്തു. ഈവൻ ദോ നല്ലൊരു ഹീറോയിനായിട്ട് വന്നിട്ട് പോലും ആ സിസ്റ്റർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെയോ അനിയത്തിയുടെയോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അങ്ങ് നീ കാറ്റഗറൈസ്ഡ് ആയി. ഇല്ലടാ, ആ സ്വഭാവം ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ അമ്മയായിട്ട് ചെയ്യുന്നുണ്ട്, അനിയത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, ചേച്ചിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നു. ഞാൻ ഇനിയിപ്പം നമ്മൾ വരുന്ന ആൾക്കാർക്കൊക്കെ വഴിമാറി കൊടുത്തില്ലേ, പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ കൂടി കല്ലെറിഞ്ഞ് കൊല്ലില്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, ന്യൂജൻ ഫിലിംസിലും ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പുതിയ പിള്ളേർ ചെയ്തു. ഏതൊക്കെയാ ചെയ്തപ്പോ? മില്ലിയില് നിവിൻ പോളി മില്ലിയിലൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ ശൃംഗാരവൻ വേദികയുടെ അമ്മയായിട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പുതിയ അജു വർഗീസിന്റെ സന്ധ്യക്ക് ഡബ് ചെയ്ത്. അതെങ്ങനെ നീ അറിഞ്ഞത്? അതിന്റെ സാധനം വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആണോ? അത് ഞാൻ വച്ചിട്ടുണ്ട്. അതെന്താണ് സംഗതി? അപ്പൊ നമുക്ക് ക്യാമറ ഒക്കെ ഓഫ് ചെയ്യാട്ടോ. ഇല്ല, ക്യാമറ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ അത്ര നിനക്ക് ഉറപ്പുണ്ടല്ലേ? പണ്ടേ കാണുന്നല്ല. എന്നിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേരെടുക്കും. ജമുന പ്യാരിയില് ഗായത്രിയുടെ അമ്മയായിട്ട് ചെയ്തു, രാജേട്ടന്റെ വൈഫായിട്ട്. അങ്ങനെ ഒരുപാട് ന്യൂജൻ ഉണ്ട്, ചെയ്യുന്നുണ്ട് ഒരുപാട്. പിന്നെ ഒരിടയ്ക്ക് കുറെ ഗ്യാപ്പ് വന്നല്ലോ. അതല്ല, അത് 6 years. യെസ്. പിന്നെ അത് മോളായതിനു ശേഷം, മോളായ സമയത്ത് ആ സമയത്താണ് ഞാൻ എന്റെ ഡിഗ്രി PG ഒക്കെ എടുത്തത്. ഞാൻ ഫിലിം തുടങ്ങിയതിന് മുന്നേ അഞ്ജു സ്റ്റാർട്ട് ചെയ്തോ ഫിലിം? ഇല്ല, രുദ്രാക്ഷം ഇല്ല. ഞാൻ എന്റെ സെക്കൻഡ് മൂവിക്കാണ് എന്റെ ഫസ്റ്റ് മൂവി അക്ഷരം. ഓർമ്മയില്ലേ? ഓർക്കുന്നില്ലേ? തേർഡ് മൂവി എന്റെ. ശരിയാ, തേർഡ് മൂവി എന്റെ ഫസ്റ്റ്. അതാ. അപ്പൊ തൊട്ട് നീ ഇന്ന് വരെ നീ ലോങ് ടൈം, അതായത് കുറെ നാളെ സിനിമ പോകുന്ന പോലെ നീയും അതിന്റെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. നാടോടുവേ നടുവേ ഓടുക അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞാലും നീ അതിന്റെ കൂടെ ഓടുവാന്നേ. അപ്പൊ ഈ ഒത്തിരി നീ ഡിഫറൻസ് കാണും. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നീ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് മീൻസ് നമ്മളൊരു ലൊക്കേഷനിലെ സെറ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെന്റ്സ് ഒന്നും ഇപ്പൊ ഇല്ല. എല്ലാം കൂടെ എല്ലാരും വന്നൊരു കാരവാനിൽ ഇങ്ങനെ ഇരിക്കും, ബലം പിടിച്ച് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മളെ ലൊക്കേഷനിൽ വന്ന ഓർമ്മയുണ്ടോ? ഭയങ്കര ഒച്ചപ്പാട് ബഹളവും അവസാനം എന്തൊക്കെ കുവിലായിരുന്നു. എല്ലാവരുടെ കയ്യിലും വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പും ഫേസ്ബുക്കും ആയിട്ട് അവനവനിൽ തന്നെ ചുരുങ്ങി അങ്ങ് പോവാണ്. ഇല്ല, ഒരു മിംഗ്ലിംഗ് അല്ലാണ്ടിരിക്കുന്ന സമയത്തിന് ഉണ്ടാവുന്ന ഒരു ഇത്. മറ്റത് അതുപോലെ അല്ലല്ലോ. ഓർമ്മയില്ല ഇങ്ങനെ എല്ലാരും സീൻ വെച്ച് നമ്മളൊക്കെ കഥ പറഞ്ഞിരിക്കും. നീ പറഞ്ഞ കൊറേ കഥകൾ ഞാൻ റിവീൽ ആയിട്ട് ഈ ഇടയില് വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. അയ്യോ എന്റെ അത് പിന്നെ ഇപ്പൊ നിനക്ക് ഞാൻ പറയുന്ന പ്രശ്നമേ ഇല്ല അഞ്ജു. ഇപ്പൊ പറയില്ല നിനക്ക് ഞാൻ എന്താ ആയുധം എന്റെ കയ്യിലെടുക്കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് ചോദിക്കുന്നില്ല. പിന്നെ ഈ അത് കഴിഞ്ഞ് നിന്റെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചേട്ടായി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചോ തിരിച്ച് ഫിലിമിൽ വരാൻ? എവിടെ പ്രോത്സാഹനം, തന്നിഷ്ടത്തിന് ഇറങ്ങിയതാണ്. ഞങ്ങളെല്ലാരും കൂടെ നിന്നെ തിരിച്ചടിച്ച് കേട്ടില്ല. പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വല്ലാണ്ടൊന്നും ഇടപെടുന്നു പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമൊന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സപ്പോർട്ട്, അങ്ങനെ ഒരു ഫുള്ളി സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും
ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടിട്ടാണ്. ശരി, മോളൊക്കെ വലിയ ഇൻട്രസ്റ്റാ. മോൾക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു അവൾക്ക് സെലക്ട് ചെയ്തിട്ട് കാണുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിലുമായിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുമ്പോൾ അയ്യോ അമ്മ പറഞ്ഞില്ലല്ലോ അവിടെയാ പോകുന്നതെന്ന് ഞാനും വരൂലേ എന്ന് പറയും. വന്നിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട്. ഞാൻ പത്തേമാരിന്റെ ഷൂട്ടിന്റെ സമയത്ത് അവളെ കൊണ്ടുപോയിരുന്നേ. അപ്പൊ ആ സമയത്ത് മമ്മൂക്ക ഉണ്ടല്ലോ അതിനകത്ത്. അപ്പം ഫസ്റ്റ് ടൈം ആണ് ഇവള് മമ്മൂക്കി കാണുന്നത്. അപ്പൊ ഇവൾക്ക് ആരായാലും മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ഇവൾക്ക് അത്രേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കാൻ നമ്മളൊക്കെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് അവിടെ കൂടി നിൽക്കുന്ന ഇങ്ങനെ വലിയൊരു കയറൊക്കെ കെട്ടിയിട്ട് ഗൺമാനും അതുവരെല്ലാം ഭയങ്കര ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇവള് ചോദിച്ചു, അമ്മ എന്തിനാ? ഞാൻ അതൊക്കെ മമ്മൂട്ടി അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവള് കാരവാന്റെ അടുത്ത് എന്നിട്ട് അങ്കിളിനെ കാണാനാണ് ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഒന്ന് ഇറങ്ങി എല്ലാവരോടും ഹായ് പറയൂ അങ്കിൾ. ഇവള് പോയി പറഞ്ഞെടുത്തു ഒന്നും പറയാണ്ട് മമ്മൂക്ക എല്ലാവരുടെ അടുത്തും വേവ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവള് കുറെ ബുക്സ് കളക്ട് ചെയ്തോണ്ട് എല്ലാവർക്കും സൈൻ ചെയ്ത് കൊടുക്കും. ഞാൻ അമ്മയും മോളെ ഞാൻ ഇപ്പൊ അപ്പൊ ഇത് അവൾ എന്തായാലും മമ്മൂക്കായുടെ അടുത്ത് ഇങ്ങനെ പറയാൻ പോയപ്പോ ഞാൻ ഇവളുടെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കിയത്. ഇവളെ ഇറങ്ങി ഓടണോ നിക്കണോ കൊച്ചിനെ കൊണ്ട് പോണോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നായിരിക്കും. അതിനൊക്കെ ജോഷി സാറ് ഞാൻ പിന്നെ ജോഷി സാറിന്റെ പടം അവതാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അകത്ത് പോയപ്പോൾ അവള് അവിടെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ലൊക്കേഷനിൽ വന്നിരുന്നപ്പോൾ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ കാണുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ജോഷി സാറിന്റെ മടിയിൽ അൻവി ഇങ്ങനെ ഇരിക്കുന്നു. അങ്കിൾ അതെന്താണ്, വാട്ട് ഇസ് ദാറ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ജോഷി സാറിന്റെ അടുത്ത് മലയാള സിനിമയിലെ സിംഹം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പോലും മിണ്ടൂല. ഇവൾ അവിടെ കയറി ഇരുന്ന് ഞാൻ ഈശ്വരായ പടി പൊട്ട. പക്ഷെ നമ്മുടെയൊക്കെ ഒരു തോന്നലാട്ടോ ജോഷി സാർ അങ്ങനെയാണെന്നുള്ള. പക്ഷെ ജോഷി ചേട്ടൻ ഭയങ്കര ഒത്തിരി. പക്ഷെ ഈ പറഞ്ഞ പോലെ ജോലി കാര്യത്തില് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ കണ്ടിട്ടില്ല. പക്ഷെ ആസ് എ പേഴ്സൺ ഭയങ്കര പാവത്താനാട്ടോ. ആദ്യം വർത്താനം പറയുന്നതൊക്കെ ഒരു ചമ്മലുള്ള ഒരാളാണ്. പിന്നെ പുതിയ പുതിയ വിശേഷങ്ങൾ തന്നെ. ഇപ്പൊ നീ വർക്ക് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത പിന്നെ സ്ക്രിപ്റ്റും ഇതൊക്കെ ചെയ്ത നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. സീരിയൽസ് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പൊ? ഇല്ല, ഇത് ജാഗ്രത മാത്രം ചെയ്യുന്നുള്ളൂ. തമിഴിലും അങ്ങനെ തന്നെ ഒരു പ്രോജക്റ്റ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് വർക്ക് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ലേ, മാസത്തിലെ ഒരു 10 ദിവസം മനസ്സിലാക്കാം പ്ലീസ്. ഒരു നല്ലൊരു കഴിവുള്ള ഡാൻസ് പോലും പൂർത്തിയാക്കാത്തവളാണ് ഇങ്ങനെ ബാക്കി പറയരുത്. PG എടുത്തില്ലേ ഞാൻ PG ഏത് കാലത്ത് പറഞ്ഞോണ്ടിരിക്കും. എല്ലാരും പറയുന്നുണ്ട് ഒരു ഡോക്ടറേറ്റും കൂടി എടുക്കുന്നത്. പക്ഷെ അത് എടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. ആരാ ഇത് പറയുന്നേ? ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഒരു ദിവസം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി നിന്നിട്ട് കിടന്നുറങ്ങാവുന്ന ആളാണ്. ഓർക്കുന്നില്ലേ, ഒരു റൂമിന്റെ അപ്പുറം ഇപ്പുറവും നമുക്ക് റൂം, എന്നിട്ട് നമ്മള് ജനലിൽ കൂടി നമ്മള് മെസ്സേജസ് കൈമാറുന്നത്. അഞ്ചു ഒരു കാര്യം മനസ്സിലാക്കാം. അന്നൊക്കെ നമ്മള് എന്നാ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ എത്രയായാലും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്ഥലം കിട്ടി. പക്ഷെ എന്നാലും നിനക്ക് വർക്ക് ഉണ്ടെങ്കിലും എനിക്ക് വർക്ക് ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ വരാറുണ്ട്. ഉറപ്പല്ലേ? കൊണ്ടുപോകൂലേ? സുരേഷേട്ടൻ പറയും എന്ത് പറയാ, എള്ളുണങ്ങുന്ന നേരത്തെ പുല്ലിന് എന്ത് കാര്യം. പക്ഷെ അതുണ്ട് കേട്ടോ, ട്രൂ ഫ്രണ്ട് ആയിരുന്നു എന്റെ കൂടെ. ഈവൻ ഈ പറഞ്ഞ പോലെ ഇവക്ക് അന്ന് വർക്ക് ഇല്ലെങ്കിൽ പോലും എന്റെ കൂടെ ഇന്നൊരു ആർട്ടിസ്റ്റും ഒരിക്കലും അങ്ങനെ ആര് പോകുന്നു ഈ പിന്നെ എന്താ പറയാ കാരവാനിൽ ഇരിക്കാൻ ആര് പോകും? ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മാറിയല്ലേ, ഒരുപാട് മാറി ഇൻഡസ്ട്രി. നമ്മുടെ ആ ഒരു പഴയ ബന്ധങ്ങളും ആ ഒരു എന്താ പറയാ പരസ്പരം ബാക്കി ഉള്ള ഒരു റെസ്പെക്ട് പോലും സീൻ ചെയ്യാൻ നേരല്ലേ തമ്മിൽ കാണുന്നുള്ളൂ. പിന്നെ അല്ലാണ്ട് വർക്ക് കഴിഞ്ഞു പോയി അവരവരുടെ പാട്ടിന് പോയി. നമ്മളിത് മൊബൈലൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാനുള്ള സമയവും കിട്ടും. അതൊക്കെ അഭിനയിക്കാനൊക്കെ അവൾ ആപ്പിളിന്റെ ഒരു ഐപാഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ വെറുതെ അടുത്ത് ക്യാമറ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പ്രഷൻസ് മാത്രല്ല ഡയലോഗ്സും അമ്മീ ചിജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇതാക്കിയിട്ട്. അപ്പൊ അവളെ മുന്നിൽ വെച്ചിട്ട് ഞാനത് കാണുമ്പോ അവൾക്ക് അതൊരു നാണക്കേടല്ലേ, ചമ്മലല്ലേ ഡിലീറ്റ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് അനങ്ങാണ്ട് വെച്ചു. അവള് സ്കൂളിൽ പോയപ്പോ ഞാൻ എടുത്ത് നോക്കി എന്തോ ഒരു ഇതായിട്ടാണ് ടാലന്റ് ഉണ്ട്. പക്ഷെ എന്താ പറയാ ഇത് തന്നെ എപ്പോഴും മേക്കപ്പ് എങ്ങനെ ഹൗ ടു പുട്ട് മേക്കപ്പ്
ഇല്ല എന്നെ ചീത്ത പറയും. കണ്ടിട്ടാണല്ലോ അവള് പഠിക്കുന്നത്. സമ്മതം പോലും മേടിക്കില്ല. അമ്മൂമ്മ എന്നാ പറയുന്നു കൊച്ചുമോള് പോവാന്നോ? അമ്മ പറയും നീ ഇങ്ങനെ ആവാൻ പാടില്ല, യു ഷുഡ് ബി എന്താ പറയാ ഭയങ്കര വെരി സ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അമ്മ ഇവളുടെ അടുത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ അല്ലേ അങ്ങനെ അമ്മ സ്ട്രിക്റ്റ് ആയിട്ടില്ല, പക്ഷെ നല്ലൊരു അമ്മയായിരുന്നു. നിങ്ങക്ക് ഓർമ്മയുണ്ടോ മുകേഷ് ചേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞത്, അമ്മ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി അമ്മ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക എന്താണ് മക്കള് ചെയ്യുന്നതെന്ന് നോക്കുക. മുകേഷ് ചേട്ടൻ അവിടെ നിന്ന് വെച്ചാൽ ടീച്ചറെ ആ ബുക്ക് തിരിച്ചു പിടിക്കൂ ടീച്ചറെ. മുകേഷിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ അവസാനിക്കൂല. എന്ന് മുകേഷ് ചേട്ടൻ കാണുമ്പോ ടീച്ചർക്ക് സുഖം തന്നെയല്ലേ അറിയാലോ. ടീച്ചറിന്റെ ആ കള്ളനോട്ടം എല്ലാവർക്കും അറിയാലോ. അഞ്ജുവിന്റെ അമ്മ ടീച്ചറായിരുന്നു കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏതൊരു അമ്മമാര് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം ആ അമ്മ എന്നെയും അമ്മയുടെ ഒരു മകളായിട്ട് തന്നെ കണ്ടിട്ട് അമ്മ വിചാരം അമ്മ നോക്കുന്നത് ഞങ്ങൾ ആരും കാണുന്നില്ല. പക്ഷെ അമ്മയുടെ ഒരു കള്ള നോട്ടത്തിൽ കൂടെ അമ്മ എല്ലാം ശ്രദ്ധിക്കുക, ഇവളുമാരെന്താ ചെയ്യുന്നേ എന്നുള്ള ഒരു അവസ്ഥയിൽ. അതേപോലെ നമ്മളെ എവിടെയും തനിച്ചു വിടാണ്ട് ചുറ്റിപ്പിടിച്ച് ഞാൻ നിന്നോണ്ടിരുന്നത്, ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കല്ല. അതുപോലെ തന്നെ ഫ്രീഡവും തന്നിട്ടുണ്ട്. പക്ഷെ ഒരു പടത്തിൽ നമ്മള് രണ്ടുപേരുടെയും പേര് ആരെങ്കിലും ഒരാളില്ലാന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ചു വെക്കും, നീ എല്ലാ സിനിമയിലും എന്നാ ഞാനും ഇല്ല. ഇപ്പൊ ആരെങ്കിലും ചെയ്യും അങ്ങനെ. അതാ അന്നത്തെ ഒരു റിലേഷൻഷിപ്പും ഇന്നത്തെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് സ്റ്റിൽ ഞാനും അഞ്ജുവും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിട്ടിരിക്കുന്നത്. ആ ഒരു റിലേഷൻസ് എപ്പോഴും വേണോടോ, ആ വാല്യൂ, ആ ഒരു ബന്ധങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു വാല്യൂ വെച്ചാൽ ഞാനും അഞ്ജു എന്നും വിളിക്കാറില്ല, വല്ലപ്പോഴും ആണ്ടയ്ക്കും സംക്രാന്തിക്കും ഒക്കെ വിളിക്കാറുള്ളൂ. പക്ഷെ ആ ഒരു കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്നേഹം എന്നും ഉണ്ടാവും. തീർച്ചയായിട്ടും. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കഴിക്കാം, കഴിച്ചാലേ എനിക്ക് നിനക്കിട്ട് തരാൻ പറ്റുള്ളൂ. എന്താണ് സംഗതി? അപ്പൊ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊന്നുമില്ല എന്റെ പൊന്നുമോളെ, വെരി സോറി. പക്ഷെ പാവപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ചതിക്കില്ല, പക്ഷെ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് വല്ല അസിസ്റ്റന്റ് വേണോ? വേണ്ട വേണ്ട വേണ്ട. ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടേ നിന്നെ ഒട്ടും വേണ്ട. ഇപ്പൊ തന്നെ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇപ്പഴല്ലേ നിന്നെ ഞാൻ വച്ചിട്ടുണ്ട്. എന്താണ് ഇത്? ഇടക്കിടക്ക് ഒരു ബോംബിടുന്ന പോലെയാണല്ലോ. എല്ലാ വർത്തമാനം നല്ല നൈസായിട്ട് വർത്തമാനം വേണമെങ്കിൽ ബോംബിടാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നീ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് ഞാൻ നീ കൂടെ തുടങ്ങാൻ പോകുന്നത്. ആരുമില്ലല്ലോ ഇവിടെ. വെരി ടേസ്റ്റി. നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവന്നേ. ഇതേ നീ ഈ കേരളത്തിലെ എവിടെ ഏത് റെസ്റ്റോറന്റിൽ പോയി കഴിച്ചാലും കിട്ടാൻ പോകുന്നില്ല. എനിക്കറിയാം, അത് ആനീസ് കിച്ചൺ റെസ്റ്റോറന്റിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാവോ, ഞാൻ എവിടെ വെച്ച് അഞ്ജുനെ കണ്ടാലും ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചേ കാണത്തു. തെണ്ടിപ്പുറക്കി തിന്നോണ്ട് നടക്കാന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ. ഞാൻ അന്നേരം ഒക്കെ അഞ്ജുനോട് ചോദിച്ചു, അഞ്ജു നീ വീട്ടിലൊന്നും ഉണ്ടാക്കുകയല്ലേ ചോദിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇങ്ങനെ കാണുന്ന ഹോട്ടലിലൊക്കെ സീരിയസ്ലി ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എപ്പോ നോക്കിയാലും ഹോട്ടൽസിൽ ഉണ്ടാവുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടത്? എന്റെ കഷ്ടകാലത്തിന് ഞാനൊന്ന് അഞ്ജുനെ കാണുമ്പോ എല്ലാം ഞാൻ ഹോട്ടലിലുണ്ടാവും, ആരെങ്കിലും ആയിട്ട് ഹോട്ടലിലുണ്ടാവും. അപ്പൊ ചോദിക്കും ഒന്നും വീട്ടിലൊന്നും വെച്ചില്ലേന്ന്. ഞാൻ എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് അന്ന് വരുന്ന ഒരു പാർസലെങ്കിലും മേടിച്ചോണ്ട് അഞ്ചു പോകുന്നതും കാണാം. അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന കാര്യം നമുക്ക് ഉറപ്പല്ലേ. അതുകൊണ്ട് നീ എവിടെ ഒരു ഹോട്ടലിൽ പോയി ചോദിച്ചാലും നിനക്ക് ഈ ഫുഡ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന്റെ റെസിപ്പി വേണം. പിന്നെ നീ വിജയുടെ ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല? വിജയുടെ ഫിലിംസ് ചെയ്തു. വൺസ് മോർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഒരു പടം ചെയ്തു. പുള്ളിന്റെ അച്ഛൻ തന്നെ വിളിച്ചിട്ട് തന്നു പടം. പിന്നെ വിജയന്റെ അമ്മ, വിജയന്റെ ഇതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂലൊക്കെ എന്നെ പറ്റി മെൻഷൻ ചെയ്തു. സീരിയസ്ലി എടാ മറന്നിട്ടില്ല. എന്താ ചോദിച്ചപ്പോ அவங்க കല്യാണം പണിയിട്ട് എങ്കിയോ സെറ്റിൽ ആയിട്ടാങ്ക. അതാണ് എന്നെ പറ്റി യൂസ് പറഞ്ഞ ഒരു വേർഡ്. അപ്പൊ പിന്നെ പുള്ളിയുടെ അമ്മയ്ക്കുണ്ടല്ലോ, പിന്നെ ഇപ്പോഴും വിജയുടെ ഇഷ്ടപ്പെട്ട പടം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അതാണ്, പൂവേ ഉണക്കാകാൻ പറഞ്ഞിട്ട്. നല്ല എസ് എ രാജ്കുമാർ സാറിന്റെ പാട്ടായിരുന്നു, നല്ല രസമായിട്ടുള്ള പാട്ട്. അപ്പൊ നീ വിളിക്കാത്ത അമ്മേനൊക്കെ ഇടയ്ക്ക്? നീ എനിക്കറിയില്ല, ഞാൻ നിന്നെ പോലും വിളിക്കുന്ന വല്ലപ്പോഴും. ഇപ്പോഴും നമ്മുടെ ഫിലിം ഫീൽഡിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട് വേറെ? ഞാനും മറ്റേ സംഗീത ശരവണൻ ഇതുപോലെ ലവ് മാരേജ് ആയിരുന്നു, നിങ്ങളെ പോലെ തന്നെ. നീ ആയിരിക്കും ഹംസം. തീർച്ചയായിട്ടും
കുറച്ച് ഹംസമായതായിരുന്നു. അയ്യോ, എന്റെ ഹംസം ഇവളായിരുന്നു കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷെ ഈ ഹംസത്തിനെ വിശ്വസിക്കാൻ കൊള്ളുകയെന്ന് പറയുന്നത് എനിക്ക് പിന്നെയാണ് തെളിഞ്ഞത്. എന്റെ ഈശ്വരാ, നിന്നെ മിണ്ടിപ്പോരുത്. ബാക്കി വിശേഷം എന്താണ് വേറെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക്? സംഗീത ഷാരൂഖിന് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലുണ്ട്. മഞ്ജു പിള്ള. അഞ്ജു, ഇനി എനിക്ക് ഞാൻ നിന്റെ അടുത്ത് ഞാൻ കാര്യം പറയട്ടെ. യെസ്, നീ ഇത്രയും ദിവസം എടി നിന്നെ ഞാൻ എങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് വിശ്വസിക്കും? നീ ഇളിക്കട്ടെ എങ്ങനെ? വേണ്ട വേണ്ട, നീ എവിടെ എണീക്കല്ലേ? നീ ഒരു 5 മിനിറ്റ് ഒരു ആയുധയിലേക്ക് എനിക്ക് പറ്റൂലടി. ആയുധമെടുക്കല്ലേ. നിന്നെ ഞാൻ മുതുകു നോക്കി 4 തരും. ഇവളെന്റെ ഹംസമായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലേ. ഹംസം എന്ന് പറയുമ്പോ നമ്മൾ എന്തെല്ലാം വിശ്വസിച്ചായിരിക്കും ഒരുത്തി ഏൽപ്പിക്കുന്നത്. അതല്ല നീ ചെയ്ത്. എടി ദുഷ്ടേ, നിനക്ക് ആ സ്വപ്നലോകത്തെ ബാലഭാസ്കറിന്റെ സമയത്ത് നീ ആരോടൊക്കെ പോയി പറഞ്ഞടി ഞാനും ഷെയ്നും കൂടെ തമ്മിൽ ലവ് ആന്ന്? ആരെന്നാ? ലളിത ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, സീന ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോന്നോ ഇവിടെ ഈ ഷൂട്ടിന്റെ സമയത്ത്. എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു ഞങ്ങളുടെ തമ്മിലുള്ള ലവ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. അഞ്ജു പറഞ്ഞു നിനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയായിരുന്നു ഓടിയത്? നിങ്ങൾ രണ്ടാളും എന്താ എപ്പോ നോക്കിയാലും ചെറിയൊരു ക്ലൂ ഭയങ്കര അതൊരു എല്ലാവർക്കും ഉള്ള ഈ പ്രായത്തിൽ എഫേഴ്സ് ഉണ്ടാവൂലേ. എനിക്ക് ഒരു അതുകൊണ്ട് ഞാൻ എന്റെ പ്രേക്ഷകരുടെ മുമ്പ് വെച്ച് നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഉറപ്പായിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്യുമ്പോ മുതുക് നോക്കി ഞാൻ ഒരെണ്ണെങ്കിലും കൊടുക്കാതെ ഞാൻ ഇവിടെ വിടത്തില്ല. അത് 100% എന്താ ഇപ്പൊ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല. ഞാൻ ഓടട്ടെ. പരിപാടി കഴിഞ്ഞല്ലോ? ഇല്ല, ഒരു ഇടി ബാക്കിയുണ്ട് നിനക്ക് ഉറപ്പ്. പക്ഷെ അഞ്ജു, ഒരുപാട് സന്തോഷം അഞ്ജു, എന്റെ ഷോയിൽ വന്ന് ഇത്രയൊക്കെ ബേളം വെച്ചു. ഇവൻ ഷോ മാത്രല്ല, ഇത് എന്റെ ഷോയും കൂടിയാ.